അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സും മുൻ ചാമ്പ്യനുമായിരുന്ന റോമൻ റെയിൻസും ടാഗ് ടീം മാച്ചിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ ഭയങ്കരമായ റൂമർ ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ആ പ്ലാൻ എന്താണെന്ന് നോക്കാം. ഇത് നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഈ വീഡിയോയിൽ പറയാം. എന്താണ് ആ പ്ലാൻ, അതിൻ്റെ ഭാഗമായിട്ട് നാളെ സ്മാക്ക് ഡൗണിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ. അതുപോലെ വർഷങ്ങൾക്ക് ശേഷം കെവിൻ ഓവൻസ് വീണ്ടും ഹീൽ ടേൺ ചെയ്ത് വില്ലനാവാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് കാണും ഇപ്പോൾ ഒരു സംഭവം നടക്കുമെന്ന്. എന്നാൽ ആ പ്ലാൻ അല്ല നടക്കാൻ ചാൻസ് ഉള്ളത്, മറ്റൊരു പ്ലാനാണ്. അത് എന്താണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഈ രണ്ട് ന്യൂസാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അതിനേക്കാൾ മുൻപായിട്ട് ചില ന്യൂസും ചില കാര്യങ്ങളും പറഞ്ഞു പോകാം. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ AEWയിൽ ഫേമസ് ആയിട്ടുള്ള ലൂറ്റ ബ്രദേഴ്സ് ടാഗ് ടീം, അതായത് പെൻറ്റഗൺ ജൂനിയർ ആൻഡ് റേ ഫീനിക്സ് WWE വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ AEW ചെയ്യുന്ന പ്ലാനാണ് ഇത് എന്നും ആ ന്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് റേ ഫീനിക്സും പെൻറ്റഗൺ ജൂനിയറും ശരിക്കും WWE വരാൻ താല്പര്യം കാണിച്ചതായിട്ടാണ്. അതായത് AEW ടോണി ഗൺ കൊടുത്ത കോൺട്രാക്റ്റ് ഒന്നും അവർ സൈൻ ചെയ്യാതെ WWE വർക്ക് ചെയ്യണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു ക്ലോസ് അവർ വെച്ചിട്ടുണ്ട്. അതായത് ഇവർ വരുന്ന സമയത്ത് ഒരിക്കലും NXT ബ്രാൻഡിലേക്ക് ആയിരിക്കില്ല താങ്കൾ വരാൻ പോകുന്നത് എന്നും മെയിൻ റോസ്റ്ററിൽ തന്നെ, അതായത് റോ സ്മാക്ക് ഡൗൺ പോലെയുള്ള എപ്പിസോഡുകളിൽ തന്നെ ഞങ്ങളെ കൊണ്ടുവരണം എന്നുള്ളൊരു ക്ലോസും ലൂറ്റ ബ്രദേഴ്സ്, അതായത് പെൻറ്റഗൺ ജൂനിയറും റേ ഫീനിക്സും വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ പെൻറ്റഗൺ ജൂനിയറും റേ ഫീനിക്സും WWE വരുമോ എന്നുള്ള ഡൗട്ട് ഇപ്പോൾ വളരെയധികം വന്നിട്ടുണ്ട്. അങ്ങനെ വരാണെങ്കിൽ നല്ല കാര്യമാണ്. വേറെ ലെവൽ പെർഫോമൻസ് ചെയ്യുന്ന ടീമാണ് ഇവർ. അപ്പോൾ ഇവർക്ക് NXTയിൽ പോകാൻ താല്പര്യമില്ല. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ മെയിൻ റോസ്റ്ററിൽ തന്നെ വരേണ്ട റെസ്ലേഴ്സാണ്. കാരണം ഒരുപാട് നാൾ റെസ്ലിംഗ് ചെയ്ത പരിചയമെല്ലാം ഇവർക്ക് രണ്ടു പേർക്കുമുണ്ട്. നോക്കാം WWE ഈ ഒരു ക്ലോസ് എല്ലാം അംഗീകരിച്ച് കൊണ്ടുവരുമോ എന്ന്. എന്തായാലും ട്രിപ്പിൾ എച്ച് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഈ രണ്ട് റെസ്ലേഴ്സിന്റെ മേൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ സെത്ത് റോളൻസിനെ പറ്റിയും ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് സെത്ത് റോളൻസിനെ ഡ്രൂ മാക്കിൻടയർ CM പങ്ക് ഇവരുടെ സ്റ്റോറിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ഇഞ്ചുറി സെഗ്മെന്റ് ബ്രോൺസൺ റീഡിനെ വെച്ച് കാണിച്ചത് എന്ന്. എന്നാൽ ഇപ്പോഴും WWE എല്ലാം പറയുന്നത് സെത്തിന് ശരിക്കും ഇഞ്ചുറി സംഭവിച്ചതായിട്ടാണ്. എന്നാൽ നമ്മൾക്കറിയാം ഇതെല്ലാം പ്ലാൻ ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന്. പിന്നെ സെത്ത് റോളൻസ് ഇനി ഉടനെ ഒന്നും റിട്ടേൺ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. സെത്ത് റോളൻസിന് അല്പം ബ്രേക്ക് കൊടുത്തേക്കാണ് WWE. ചിലപ്പോൾ റോയൽ റംബിൾ ടൈമിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ സർവൈവർ സീരീസ് ടൈമിലൊക്കെ ആയിരിക്കാം സെത്തിനെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ബാഷ് ഇൻ ബെർലിൻ പേപ്പർ വ്യൂവിൽ സെത്ത് വേഴ്സസ് ബ്രോൺസൺ റീഡ് മാച്ച് നടക്കില്ല. സെത്തിനെ ഇനി കുറച്ച് നാളത്തേക്ക് WWE കൊണ്ടുവരില്ല. സെത്തിനെ മാത്രമല്ല, റോ എപ്പിസോഡിൽ വെച്ച് ഡാമേജ് കൺട്രോൾ ടീമിലുള്ള ഡെക്കോ ടെക്കായിക്ക് വീണ്ടും ഇഞ്ചുറി സംഭവിച്ചതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡെക്കോ ടെക്കായി വരുന്ന കാര്യവും അല്പം ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, WWE മാസങ്ങൾക്ക് മുൻപ് ഒരു പ്ലാൻ ചെയ്ത് ആ പ്ലാൻ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്ലാനിനെ പറ്റി ഞാൻ അന്ന് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് റെസൽമേനിയ 40 മുൻപ് തന്നെ ജേക്കബ് ഫാട്ടു WWEയിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ജേക്കബ് ഫാട്ടുവിനെ കൊണ്ടുവരേണ്ട സ്ഥലത്തെല്ലാം ടോങ്ക ലോവ ഇവരെയെല്ലാമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞിരുന്നു, ജേക്കബ് ഫാട്ടു അടിപൊളിയായി ഫൈറ്റ് ചെയ്യുന്ന റെസ്ലറാണ്. ഒരു പക്ഷേ സോളോ സിക്കാവയുടെ പവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ജേക്കബ് ഫാട്ടുവിനെ കൊണ്ടുവരാതെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാരണം. WWE പേടിച്ചത് സോളോ സിക്കാവയുടെ കൂടെ ജേക്കബ് ഫാട്ടു നടക്കുമ്പോൾ ഫാൻസ് ജേക്കബ് ഫാട്ടുവിനെ സപ്പോർട്ട് ചെയ്ത് സോളോ സിക്കാവനെ കൈവിടുമോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജേക്കബ് ഫാട്ടു വന്നതിന് ശേഷം WWE പേടിച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അതായത് ജേക്കബ് ഫാട്ടു വേറെ ലെവൽ പെർഫോമൻസ് എല്ലാം ചെയ്തുകൊണ്ട് ഇപ്പോൾ സോളോ സിക്കാവയേക്കാൾ ഒരു പടി മുകളിൽ എന്ന് പറഞ്ഞാൽ സാധിക്കില്ല, അതിനേക്കാൾ ഒരുപാട് മുകളിൽ ഇപ്പോൾ ജേക്കബ് ഫാട്ടു എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ അൻഡ്രോയിഡ് റിക്വസ്റ്റ് റൈ മിസ്റ്റീരിയോ ഒക്കെ ചെയ്യുന്ന ചില മൂവെല്ലാം വളരെ ഈസി ആയിട്ട് ജേക്കബ് ഫാട്ടു റോപ്പിലെല്ലാം വെച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ WWE മാനേജ്മെന്റിന് ജേക്കബ് ഫാട്ടുവിന്റെ പെർഫോമൻസ് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ ജേക്കബ് ഫാട്ടു വേൾഡ് ചാമ്പ്യൻ ആകും, അത് ഉറപ്പാണ്. അപ്പോൾ ഇതെല്ലാം ഭയന്നാണ് WWE സോളോ സിക്കാവയുടെ കൂടെ ആദ്യം ജേക്കബ് ഫാട്ടുവിനെ കൊണ്ടുവരാതിരുന്നത്. അപ്പോൾ WWE ഭയന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. ജേക്കബ് ഫാട്ടുവിനാണ് ഇപ്പോൾ ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നത്. നല്ല രീതിയിൽ സെറ്റായി വരുന്ന സമയത്താണ് കാലിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചത്. അത് വലിയ പ്രശ്നമില്ല എന്ന് പറയുന്നു. എന്തായാലും നോക്കാം. ഇനി കെവിൻ ഓവൻസ് ഹീൽ ടേൺ ചെയ്യാൻ പോകുന്ന കാര്യം, അതായത് വില്ലനാകാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം. നമ്മൾക്കറിയാം കെവിൻ ഓവൻസ് ഇപ്പോൾ ഒരുപാട് വർഷമായിട്ടുണ്ട് ഫേസായി മുന്നോട്ട് പോകുന്നത്. അതായത് ബ്ലഡ് ലൈനുമായിട്ടുള്ള സ്റ്റോറി ലൈൻ ഇപ്പോൾ പോകുന്നതായാലും
എല്ലാം ഒരു ഫേസ് റെസ്ലറായിട്ടാണ് കെവിൻ ഓവൻസ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കെവിൻ ഓവൻസ് ഉടനെ തന്നെ ഹീൽ ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിൽ ഇപ്പോൾ ഒരു കാര്യം പ്രതീക്ഷിച്ച് കാണും. ആ കാര്യമല്ല നടക്കാൻ പോകുന്നത്. അതായത് കെവിൻ ഓവൻസ് ഹീൽ ടേൺ ചെയ്യുന്ന കാരണം ബാഷ് ഇൻ ബെർലിൻ പേപ്പർ വ്യൂവില് ഗന്ധറുമായിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ കെവിൻ ഓവൻസ് റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതല്ല ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്ലാൻ മറ്റൊന്നാണ്. അപ്പോൾ ഇത് കൺഫേമായി നടക്കും എന്നല്ല, ഇപ്പോൾ ഇങ്ങനെയാണ് ന്യൂസ് വരുന്നത്. അതായത് നമ്മൾക്കറിയാം റോ ബ്രാൻഡിലുള്ള സാമി സൈൻ ആൻഡ് ജെയ് ഉസോ ഇവർ റോമൻ റെയിൻസിന്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇവർ റോമൻ റെയിൻസിന്റെ ടീമിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കെവിൻ ഓവൻസ് ഹീൽ ടേൺ ചെയ്തുകൊണ്ട് സാമി സൈനെ അറ്റാക്ക് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ടേ തന്നെ കെവിൻ ഓവൻസിന് സാമി സൈൻ ബ്ലഡ് ലൈനിൽ ചേർന്നത് ഇഷ്ടമില്ലായിരുന്നു. പിന്നീട് അതെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെവിൻ ഓവൻസിന്റെ അടുത്തോട്ടെല്ലാം വന്ന് സാമി സൈൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് വീണ്ടും ബ്ലഡ് ലൈൻ ടീമിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അത് കെവിൻ ഓവൻസ് ഇഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കെവിൻ ഓവൻസ് സാമി സൈനെ റോമൻ റെയിൻസിന്റെ ടീമിൽ ജോയിൻ ചെയ്തതിന് ശേഷം അറ്റാക്ക് ചെയ്തുകൊണ്ട് ഹീൽ ടേൺ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇവരുടെ സ്റ്റോറി ലൈനൊക്കെ അതുപോലെയാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്തത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സ് ആൻഡ് റോമൻ റെയിൻസ് ഇവർ ടാഗ് ടീം ആകാൻ പോകുന്ന കാര്യത്തെ പറ്റിയും ഇവർക്ക് ടാഗ് ടീം മാച്ച് വരാൻ പോകുന്ന കാര്യത്തെ പറ്റിയും നോക്കാം. അപ്പോൾ ഇവർക്ക് ടാഗ് ടീം മാച്ച് നടക്കുമെന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന ബാഷ് ഇൻ ബെർലിൻ പേപ്പർ വ്യൂവിലാണ്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അല്പം സാധ്യത കാണുന്നുണ്ട്. അതായത് സമ്മർ സ്ലാമിൽ കോഡി റോഡ്സിന് ഹെൽപ്പ് ചെയ്തത് റോമൻ റെയിൻസ് ആണ്. റോമൻ റെയിൻസ് കാരണമാണ് കോഡി റോഡ്സ് സ്റ്റിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ആയത്. അപ്പോൾ അതിന് റോമൻ റെയിൻസിനോട് താങ്ക്സ് എല്ലാം കോഡി റോഡ്സ് പറഞ്ഞ് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം 7 നിമിഷം കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മാത്രം പോരാ, കോഡി റോഡ്സ് റോമൻ റെയിൻസിനെ തിരിച്ച് ഹെൽപ്പ് ചെയ്താൽ മാത്രമേ തനിക്ക് ചെയ്ത ഉപകാരത്തിന് ഒരു നന്ദിയാകൂ എന്ന ടൈപ്പിൽ നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ റോമൻ റെയിൻസിനെ ബ്ലഡ് ലൈൻ ടീം വന്ന് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുമ്പോൾ കോഡി റോഡ്സ് വന്ന് സേവ് ചെയ്യുന്നത് പോലെ കാണിക്കാനും പിന്നീട് കോഡി റോഡ്സ് റോമൻ റെയിൻസും ടാഗ് ടീം ആയിക്കൊണ്ട് സോളോ സിക്കാവ ജേക്കബ് ഫാട്ടു അല്ലെങ്കിൽ ജേക്കബ് ഫാട്ടുവിന്റെ ഇഞ്ചുറി അപ്പോഴേക്കും മാറിയിട്ടില്ലെങ്കിൽ ടോമ ടോങ്ക അല്ലെങ്കിൽ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ ഹിക്കു ലിയോ എന്ന റെസ്ലർ അഥവാ ലിയോ ടോങ്ക വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനൊരു ടാഗ് ടീം മാച്ച് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ടാഗ് ടീം മാച്ച് നടക്കുകയാണെങ്കിൽ അതെല്ലാം വേറെ ലെവലായിരിക്കും. മുൻപ് ശത്രുക്കളായിരുന്ന 2 പേരും ഫേസ് ടൈം ചെയ്തുകൊണ്ട് ഒരു ടീമിൽ വരുമ്പോൾ അത് മരണമാസ ഐറ്റം തന്നെയായിരിക്കും. എന്തായാലും നോക്കാം ഇതുപോലെ സംഭവിക്കുമോ എന്ന്. അപ്പോൾ ഇത് നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസ് ഉണ്ട്. കോഡി റോഡ്സിന് അടുത്തതായിട്ട് ആരുടെ കൂടെയാണ് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ആ പ്ലാനൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. അതുപോലെ റോമൻ സോളോ സിക്കാവ ഇവരുടെ മാച്ചെല്ലാം മെയിനായിട്ട് സർവൈവൽ സീരീസ് വാർ ഗെയിമിലായിരിക്കും ടാഗ് ടീം ആയിട്ട് വരിക. അപ്പോൾ അതിനേക്കാൾ മുൻപെല്ലാം ഇങ്ങനെ ടാഗ് ടീം മാച്ച് വെക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞത് കൺഫേം ആയിട്ടുള്ള ന്യൂസ് അല്ല, ഇപ്പോൾ വരുന്ന റൂമറാണ്.